നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ സമ്മർ സീസണിലും അതുകൂടാതെ ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണ്. റംസാൻ സമയത്തൊക്കെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. സാഫ്രോൺ സർബത്ത് എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. നോമ്പിൻ്റെ ക്ഷീണത്തിലൊക്കെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരുപാട് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ഇപ്പം ഭയങ്കര ചൂടാണ് പുറത്ത്. അങ്ങനെ ഈ ചൂടിൽ നമ്മുടെ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണിത്. നമുക്കിതിനാവശ്യമായിട്ട് വേണ്ടത് സാഫ്രോൺ അഥവാ നമ്മുടെ കുങ്കുമപ്പൂവാണ്. ഒരുപാട് സാഫ്രോണൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ 2 വിരലിൻ്റെ ആ ഒരു ഇടയിൽ നിൽക്കുന്ന, അതായത് ഒരു നുള്ളു കുങ്കുമപ്പൂ മതിയാവും. ഒരു പാത്രത്തിലേക്ക് നമ്മളെടുത്ത ആ ഒരു നുള്ളു കുങ്കുമപ്പൂവിലേക്ക് കുറച്ച് വെള്ളം നമ്മൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സാഫ്രോണിലുള്ള ഗുണങ്ങൾ മുഴുവനും ഈ വെള്ളത്തിലേക്ക് കുതിർന്നിട്ട് ഇത് ഇറങ്ങി വരും. അപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് കുങ്കുമപ്പൂ 2 ഗ്ലാസ്സിന് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തയ്യാറാക്കുന്ന ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കുങ്കുമപ്പൂ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ കുതിർന്നിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ഗുണമൊക്കെ ഇറങ്ങിയിട്ടൊരു നല്ലൊരു ഓറഞ്ച് കളറ് വന്നിട്ടുണ്ട്. ഇത് നാരങ്ങ നീരാണ്, ഒരു ചെറിയ നാരങ്ങയിൽ നിന്നെടുത്ത നീരാണിത്. ഇത് പഞ്ചസാരയാണ്. നമ്മുടെ സാഫ്രൺ സർബത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തുളസി അരി അഥവാ സബ്ജ സീഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. നാട്ടിലൊക്കെ സർബത്ത് വാങ്ങുമ്പം മിക്ക സർബത്തിലും ഈ സബ്ജ സീഡ്സ് ഉണ്ടാവും. ഇനി നമ്മൾ ചേർക്കുന്നത് ബദാമാണ്. ഈ ബദാം ഒരു മണിക്കൂർ മുമ്പേ തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമ്മൾ സർബത്ത് ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം 2 ഗ്ലാസ്സിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 2 ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുവാണ്. അതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഇനി പഞ്ചസാര ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തേനൊക്കെ യൂസ് ചെയ്യാം. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നേ ഉള്ളൂ. ഇനി പഞ്ചസാര ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ആ പഞ്ചസാര മുഴുവനും അലിയുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വരും. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവാണ്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് അത് ഒഴിച്ചപ്പോൾ നല്ല ഒരു ഒരു ഗോൾഡൻ കളറൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് നാരങ്ങയുടെ പുളിപ്പൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു ചെറിയ നാരങ്ങ ആയതുകൊണ്ട് അതിൽ നിന്ന് എടുത്തൊരു 2-2.5 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് ബാക്കിയുള്ളത്? ആകെയുള്ളത് നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. ബദാമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം. ഒരുപാട് ഇങ്ങനെ കുടിക്കുമ്പം ഒരു സ്പൂൺ വെച്ചിട്ടത് കോരി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ സർബത്ത് റെഡിയായി കഴിഞ്ഞു. പക്ഷെ ചെറുതായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സർബത്ത് ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും എൻ്റെ ചാനൽ കാണാത്ത ആരെങ്കിലും ഇതിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.